ഈ ഗവർണർ സർക്കാർ പോര് കൂടുതൽ രൂക്ഷമാവുകയാണ്. സർവകലാശാലകളുടെ പ്രവർത്തനത്തെ പോലും ബാധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതിന് എന്താണ് പരിഹാരം? പരിഹാരം രാഷ്ട്രീയപരമായിട്ടുള്ള നടപടികളിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണം എന്നുള്ളതാണ്. സർവകലാശാലകളെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളത് ഏറെക്കാലമായി ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും ഇടതുപക്ഷ സർവീസ് സംഘടനകളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിപ്പോൾ ഇടതുപക്ഷം മാത്രമല്ല, കേരളത്തിൽ UDF അധികാരത്തിൽ വരുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരു വിഭാഗം കോൺഗ്രസ്സുകാരും എല്ലാം ചേർന്നുകൊണ്ട് അവർക്കൊപ്പം നിൽക്കുന്ന ആളുകളെ VC-മാരാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിൻ്റെ എല്ലാം ഭാഗമാണ് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ചരടുബലികളും എല്ലാം നടക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട വിഷയം നിൽക്കുന്നത്. ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നതിന് ശേഷം, ഇപ്പോൾ ഈ സർക്കാരുകൾ വന്നതിന് ശേഷം അവർ ഉദ്ദേശിക്കുന്ന ആളുകളെ VC-മാരാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ആദ്യത്തെ നടപടികൾ ഒരു ഭാഗത്ത് നടന്നു. മറുഭാഗത്ത് സർവകലാശാലകൾ നമ്മുടെ കേരളത്തിലെ ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ വഴി സർക്കാർ സ്ഥാപനങ്ങളിലേക്കും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതിൽ നടത്തുന്ന അഴിമതി പോലെ തന്നെ, അതല്ലെങ്കിൽ സ്വജനപക്ഷപാതം പോലെ തന്നെ ഇഷ്ടക്കാരെ ആ സ്ഥാനങ്ങളിലേക്ക് നിയമിക്കുക, ഇഷ്ടക്കാരെ ആ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരിക, സ്വന്തം പാർട്ടിയിലുള്ളവർക്ക് മാത്രം നിയമനം കൊടുക്കുക. ഇപ്പോൾ കേരളത്തിൽ തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ വഴിയുള്ള നിയമനമല്ലല്ലോ നടക്കുന്നത്. കോൺട്രാക്ട് അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്നത്. ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ കിട്ടേണ്ട സ്ഥലത്താണ് തങ്ങളുടേതായിട്ടുള്ള ആളുകളെ മാത്രം ജോലിക്ക് കയറ്റുന്ന ഒരു സിസ്റ്റം എത്രയോ നാളുകളായി നിലനിൽക്കുന്നു. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ നിയമനം നടക്കുന്ന കാലം തന്നെ മറന്നുപോയിരിക്കുന്നു കേരളം. അപ്പോൾ സ്വാഭാവികമായും സർവകലാശാലകൾ അതിനുള്ള ഒരു ഉപാധിയായി ഇടതുപക്ഷ ഗവൺമെൻറ് മാറ്റുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ശ്രമം നടന്നു. ആ ശ്രമത്തെ നേരത്തെ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ശക്തമായി അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്തി. ഒപ്പം തന്നെ സർവകലാശാലകളിൽ സ്വജനപക്ഷപാതത്തോടു കൂടിയിട്ടുള്ള നിയമനം നടത്താനുള്ള ശ്രമം നടത്തി. VC-മാരുടെ കാര്യത്തിൽ മാത്രമല്ല. അപ്പോൾ VC-മാരുടെ നിയമനത്തിന് വേണ്ടി സർക്കാർ പ്രതിനിധിയെ കൊടുക്കാതെ, സർവകലാശാല പ്രതിനിധികളെ സിൻഡിക്കേറ്റുകൾ നിശ്ചയിക്കാതെ, സ്വാഭാവികമായും ആ നിയമനത്തിൻ്റെ UGC ചട്ടങ്ങൾക്കനുസരിച്ച് മാനദണ്ഡങ്ങൾക്കനുസരിച്ചിട്ടുള്ള നിയമനങ്ങൾ നടക്കാത്തൊരു സാഹചര്യമുണ്ടായി. അപ്പോഴാണ് ഗവർണർമാർ സ്വാഭാവികമായും അവരവരുടെ നിലക്ക് VC ചുമതല ഒഴിഞ്ഞു കിടക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് താൽക്കാലികമായിട്ടുള്ള VC ചുമതല നൽകിക്കൊണ്ട് VC-മാരെ നിയമിച്ചുകൊണ്ടെല്ലാം മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായത്. അതെല്ലാം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അപ്പോൾ സർക്കാർ പ്രതിനിധികളില്ലാത്തത് കൊണ്ട് സ്വാഭാവികമായും ചട്ടങ്ങളും റൂളും പ്രോപ്പറായി പാലിക്കാത്തത് കൊണ്ട് കോടതികളിൽ പലതും റദ്ദ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. വീണ്ടും താൽക്കാലിക VC-മാർ വന്നു. അപ്പോൾ കേരളത്തിൽ താൽക്കാലിക VC-മാർ സർവകലാശാലകളിൽ ഭരണം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പലതും മാറി. അതിന് സാഹചര്യമൊരുക്കിയത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഈ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലാണ്. ഇപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്ന ദിവസം SFI, നേരത്തെയും SFI കേരളത്തിലെ ഗവർണർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പലപ്പോഴും സർവകലാശാലക്കകത്ത് ഗവർണറെ കയറ്റാത്ത നടപടി സ്വീകരിച്ചിട്ടുണ്ട്. തെരുവോരങ്ങളിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നിരന്തരമായി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നാം കാണുന്നത് സർവകലാശാലയുടെ VC-യുടെ മുറിയിലേക്കെല്ലാം തള്ളിക്കയറാനും സർവകലാശാലയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ഉള്ളൊരു സാഹചര്യം ഒരുക്കുന്ന വിദ്യാർത്ഥി സമരത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു പ്രക്ഷോഭത്തെ സംബന്ധിച്ചാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം അതിനുണ്ടോ എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഒരു വിഷയവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. സർവകലാശാലക്കകത്ത് ഒരു പ്രശ്നമുണ്ടാക്കി നിലവിലെ കേരളത്തിലെ പൊതുജനങ്ങൾ നേരിടുന്ന ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളടക്കം നിരവധി പ്രശ്നങ്ങൾ, ഇപ്പോൾ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ടു, ആരോഗ്യ മേഖലയുടെ തന്നെ ഭാഗം എന്ന് പറയുന്നത് ആരോഗ്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ കൂടി ഭാഗമാണ്. അപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയായിട്ടുള്ള മെഡിക്കൽ കോളേജുകളിൽ അടക്കം നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവിടുത്തെ സൗകര്യക്കുറവുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അത് തിരുവനന്തപുരത്താണെങ്കിലും കോട്ടയത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഒക്കെ അത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജുകൾ പ്രവർത്തിക്കുന്ന സംവിധാനത്തിൽ വലിയ അപാകതയുണ്ട്. അതിൽ മതിയായ രീതിയിൽ ആളുകളുടെ ചികിത്സ നടത്താൻ വേണ്ടിയിട്ടുള്ള സാധാരണക്കാരന് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ്, പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചർച്ചയാകുമ്പോൾ, സാധാരണക്കാർക്ക് ചർച്ചയാക്കുമ്പോൾ, സർക്കാരിനെതിരെ വരുന്ന ജനരോഷത്തെ തിരിച്ചുവിടാൻ എക്കാലത്തും സർക്കാർ സ്വീകരിക്കുന്ന ഒരു നയം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇന്ന് നടക്കുന്നതും അതുതന്നെയാണ്. അപ്പോൾ സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ തരത്തിൽ അക്രമ പ്രവർത്തനങ്ങളും
ഗവർണർ ഒരു പക്ഷത്ത് നിർത്തിക്കൊണ്ട് ചാൻസലറായിട്ടുള്ള ഗവർണറെ മറ്റൊരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് സർക്കാരിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ആ വിദ്യാർത്ഥി രാഷ്ട്രീയവും സർക്കാരിൻ്റെ രാഷ്ട്രീയവും ഒരുമിച്ച് വരുന്നത് കൊണ്ട് സ്വാഭാവികമായും സർക്കാർ താല്പര്യവും വിദ്യാർത്ഥി സംഘടന, അതായത് SFIയുടെ രാഷ്ട്രീയ താല്പര്യവും ഒരുമിച്ച് വരുന്നു എന്നുള്ളത് മാത്രമാണ്. ഇപ്പം നമ്മുടെ കേരളത്തിലെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എത്രയോ ആരോപണങ്ങൾ ഉയർന്നു വന്നു. പരീക്ഷ എഴുതാത്തവർ ജയിക്കുന്ന കാര്യം വന്നു. PhDക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ പ്രോപ്പറായിട്ടുള്ള തീസിസ് സമർപ്പിക്കാതെ PhD നേടുന്ന കാര്യം വന്നു. PhD നേടിയിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണങ്ങളുണ്ടായി. ഇപ്പോൾ ഒരു സർവകലാശാല VCക്കെതിരെ പോലും ആരോപണങ്ങളുമായി നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിച്ച് നിർത്തേണ്ട സർക്കാർ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട സർക്കാർ, ആ സർക്കാർ ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഏത് വിധേനയും തകിടം മറിച്ചും തകർത്തും തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് ഒരു ഊന്നുമടിയാക്കി അത് മാറ്റാം എന്ന് വിചാരിക്കാൻ അത് നടക്കുമോ എന്നുള്ളത്, നിയമപരമായി നടക്കുമോ എന്നുള്ളത് സർക്കാർ തന്നെ തിരിച്ചറിയേണ്ടതാണ്, അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ തിരിച്ചറിയേണ്ടതാണ്. അതിൻ്റെ ഒരു വിഷയമുള്ളത് സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റാറ്റ്യൂട്ടിനനുസരിച്ച് മാത്രമേ അത് വൈസ് ചാൻസലറെ സംബന്ധിച്ചാണെങ്കിലും ചാൻസലറെ സംബന്ധിച്ചാണെങ്കിലും പ്രോ ചാൻസലറായിട്ടുള്ള മന്ത്രിയെ സംബന്ധിച്ചാണെങ്കിലും സിൻഡിക്കേറ്റിനെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ അവർക്ക് അങ്ങനെ തീരുമാനമെടുത്ത് പോകാൻ കഴിയൂ. അപ്പോൾ സിൻഡിക്കേറ്റിൻ്റെ അധികാരപരിധിയിൽ നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞൊരു വിഷയത്തിൽ ഇടപെടുക, പ്രശ്നങ്ങളുണ്ടാക്കുക, അതിൽ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക, അതിനെ ചോദ്യം ചെയ്തിട്ട് അത് പിൻവലിക്കുക, ഈ തരത്തിൽ ഒരു രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ആ രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ട് സ്വാഭാവികമായും സർവകലാശാലകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ, നേരത്തെ സുപ്രീം കോടതി നിരവധി കേസുകളിൽ സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ സർക്കാരിന് ഇടപെടാൻ കഴിയില്ല. കേരളത്തിലെ കണ്ണൂർ സർവകലാശാലയിലെ ശ്രീ രവീന്ദ്രൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള VC നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ വളരെ കൃത്യമായി കേരള സർക്കാരിനോടും സംവിധാനങ്ങളോടും കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് അതാണ്: സർവകലാശാലകളുടെ ഭരണത്തിലും VC നിയമനത്തിലൊന്നും സർക്കാരിന് ഇടപെടാൻ കഴിയില്ല. അതിന് ചട്ടമുണ്ട്, അതിന് നിയമമുണ്ട്, സംവിധാനമുണ്ട്. ആ സംവിധാനം അനുസരിച്ച് മാത്രമേ അതിന് മുന്നോട്ട് പോകാൻ കഴിയൂ. അതിനെ തകിടം മറിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട. പലപ്പോഴും ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് രണ്ടായി തിരിച്ചപ്പോൾ നമുക്കൊക്കെ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു ഇക്കാര്യത്തിലൊക്കെ ഒരു മാറ്റം വരുമെന്ന്. പക്ഷേ അതിലൊന്നും ഒരു മാറ്റവും വന്നില്ല എന്ന് മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ അപക്വമായി പെരുമാറുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അങ്ങ് ചോദിച്ചത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഒന്ന്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മന്ത്രിയും അതോടൊപ്പം തന്നെ സ്കൂൾ തലത്തിൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള മേഖലയ്ക്ക് മറ്റൊരു മന്ത്രിയും വന്നപ്പോൾ നമ്മൾ ധരിച്ചത് ഇത് കുറച്ചുകൂടി കാര്യക്ഷമമായി സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖല കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് മാറുമെന്നുള്ളത്. ഇത് രണ്ട് മന്ത്രിമാരും ആ രണ്ട് വകുപ്പുകളും ചേർന്നുകൊണ്ട് കേരളത്തെ ഒരു 20-25 വർഷക്കാലത്തേക്കുള്ള വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തെയും വികാസത്തെയും തടസ്സപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത്. ഇപ്പോൾ കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. അത് ഡാൻസ് വിവാദം മാത്രമല്ല. ഡാൻസ് വിവാദം നമുക്കൊരു രാഷ്ട്രീയപരമായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള വിഷയമാണ് ഉയർന്നു വന്നത്. പക്ഷേ വിദ്യാഭ്യാസ മേഖല നിലവാരം പിന്നോട്ട് പോകുന്നപ്പോൾ എഞ്ചിനീയറിംഗ് എൻട്രൻസ് വരുന്ന സമയത്ത്, മെഡിക്കൽ മേഖലയുടെ എൻട്രൻസ് വരുന്ന സമയത്ത്, സിവിൽ സർവീസിൻ്റെ റിസൾട്ടുകൾ വരുന്ന സമയത്തൊക്കെ കേരളം ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മേഖലകളിൽ കേരളത്തിൻ്റെ റാങ്കിങ് പുറകോട്ട് പോവുകയാണ്. നമ്മളുടെ വിദ്യാർത്ഥികളുടെ എണ്ണം പുറകോട്ട് പോവുകയാണ്. അതിൽ അഡ്മിഷൻ കിട്ടുന്നവരുടെ, ജനറൽ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുന്നവരുടെ എണ്ണം പുറകോട്ട് പോവുകയാണ്. അപ്പോൾ JNU ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ഡൽഹി സർവകലാശാല കേന്ദ്രീകരിച്ചുകൊണ്ട് JNUവിലാണെങ്കിലും ഡൽഹി സർവകലാശാല ആണെങ്കിലും ഒക്കെ കേരളത്തിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടുന്ന സംവിധാനമുണ്ടായിരുന്നു. ഇന്ന് അവിടെ ഓപ്പൺ ടെസ്റ്റ് വന്നതോടുകൂടി മറ്റ് മേഖലകളിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മികവ് കാണിക്കാനുള്ള സാഹചര്യമുണ്ടായി. അപ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ഒരു ഘട്ടത്തിൽ മുന്നിലായിരുന്നു എന്ന് വിചാരിക്കുന്ന ഘട്ടത്തിൽ നിന്ന് അതിനെ പിന്നോട്ട് വലിച്ച് അത് എത്രത്തോളം തകർക്കാൻ കഴിയുമോ, എത്രത്തോളം അതിൻ്റെ ഗുണനിലവാരത്തെ ഇല്ലാതെയാക്കാൻ കഴിയുമോ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സർക്കാരും മന്ത്രിമാരും നടത്തുന്നതെന്ന് പറയാതെ വയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് നാം നിലനിൽക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.